കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് സരയു ശാരി ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. സരയു ശാരിയോട് പറഞ്ഞു, ദേ വരുന്നുണ്ട്. വരുന്ന വരവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് യുദ്ധത്തിൽ ജയിച്ച് വരുന്ന വരവ് പോലെയുണ്ട്. പക്ഷെ ഒന്നിനും കൊള്ളില്ലെന്നുള്ള സത്യം നമുക്കല്ല അറിയുള്ളൂ അമ്മയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രാഹുൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രാഹുലിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇത് എത്ര സമയം ഇത് എവിടെയായിരുന്നു മനുഷ്യാന്ന് ചോദിക്കുകയാണ്. എന്താ ശാരി, എന്തായാലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ ആ സോണിയുടെ കല്യാണം നടക്കാൻ പോവാ, നിങ്ങളിങ്ങനെ നടന്നു. പകുതി സ്വത്ത് അവളുടെ പേരിലേക്ക് എഴുതി കൊടുത്തു. ഇനിയിപ്പൊ പകുതി സ്വത്ത് മാത്രമേ ഉള്ളൂ. ആ സ്വത്തിന്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനമാവും. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ബാക്കി സ്വത്ത് ആ കല്യാണിയുടെയും കിരണിന്റെയും പേരിലേക്ക് അവള് ചിലപ്പോ എഴുതി വെക്കും, അവളും ആ സേരനും കൂടെ കൂടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പമില്ലേ? നിങ്ങളുടെ മോളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിക്കുക. ദേ വെറുതെ ഒരു അനാവശ്യം പറഞ്ഞുകൊണ്ട് വരില്ല. എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. കൂടുതൽ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ടെന്ന് പറയാം. ദേ അമ്മേ, അച്ഛനെ ഉപദേശിക്കാൻ പോകണ്ട കേട്ടോ. അച്ഛനെല്ലാം തികഞ്ഞാ ഇങ്ങോട്ട് വന്നേക്കുന്നേ. നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ മാത്രം മതി. ഇത്രയും കാലം ഈ ചെയ്ത് കൂട്ടിയതൊക്കെ എന്തിനാ? ആന്റിയുടെ സ്വത്തിന് വേണ്ടിട്ടല്ലേ. എന്നിട്ട് എന്തേലും നടന്നോ? അല്ലെങ്കിൽ അച്ഛൻ ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഇങ്ങനെ ഒറ്റ ഒരുത്തം കാരണം, അല്ലെങ്കിൽ ആ സേനയും രൂപ ഒന്നിച്ച സമയത്ത് അവരെ തമ്മിൽ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നോ? ആ സേനനെ ഇല്ലാതാക്കാനായിട്ട് ഇയാൾ എന്തേലും ചെയ്തോ? ഇത്രയും കാലമായിട്ട് ഇയാളെ കൊണ്ട് അത് ഒന്നിനും പറ്റില്ലെന്ന് പറയാം. രാഹുൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെ പറയൂടി. ഈ രാഹുൽ ആരാ നിങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. അതിന് വൈകാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന പറയാം. പിന്നെ മനസ്സിലാവും, ഞാൻ കാണാത്ത ആളൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെല്ലാം വെറുതെ പരാജയപ്പെട്ട് പോകത്തുള്ളൂ. ചക്കിനെ വെച്ചത് കൊക്കിനെ ഉണ്ടെന്നൊരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് അവസാനം വരാൻ പോകുന്ന പറയാ. നിങ്ങൾ ആരെ എന്തൊക്കെ ഏൽപ്പിച്ചോ അതെല്ലാം അവസാനം നിങ്ങളുടെ തലയ്ക്ക് നട്ടപ്പുറ വന്നിട്ടുള്ളെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, ഈ തവണ അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല, നീ കണ്ടോളാൻ പറയാണ്. അല്ല എന്തിയെ, നിന്റെ മരുമോൻ എന്തേന്ന് ചോദിക്കുകയാണ്. അല്ല അവനിവിടെ ഉണ്ടോ? അവനെപ്പോഴും പൊത്തിനകത്ത് കയറി ഇരിക്കുകയോ ചെയ്യുന്നുള്ളൂ അല്ലേ എന്ന് പറയണം. സാരി ചോദിച്ചു, അച്ഛൻ ഇത് എന്ത് വർത്താനാ പറയണേ? അച്ഛൻ എപ്പം നോക്കിയാലും മനുവേട്ടന്റെ കുറ്റം പറയാനേ സമയമുള്ളല്ലോ. അച്ഛൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണെന്ന് ചോദിക്കുകയാണ്. പിന്നെ അവന്റെ കാര്യം നല്ലതെന്തെങ്കിലും പറയുകയാണെങ്കിൽ നല്ല എന്തെങ്കിലും ഉണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, ഇനി എന്റെ മനുവേട്ടനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇനി അതേ കാലവും ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ലമ്മേ. ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ മനുവേട്ടനെ വിളിച്ചോണ്ട് പോകാൻ പോവാ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. ഉള്ള നേരത്തെ ഇവിടുന്ന് പോവാണ് എന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പറയാ. ഈ അച്ഛന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ എനിക്കിവിടെ ഭ്രാന്താവുമെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് മനു അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, എന്റെ പൊന്നു മോനെ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ഇങ്ങനെയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമനില തെറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാന്ന് പറയാ. ഈ സമയം മനു പറഞ്ഞു, അതെ നിങ്ങൾ അതൊന്നും ആർത്ത് വിഷമിക്കേണ്ട. അച്ഛന്റെ സ്വഭാവമല്ലേ. അച്ഛനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ഇപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ അങ്ങ് വിട്ടു കളഞ്ഞാൽ മതി. ആടിനെ പട്ടിയാക്കുന്ന കാലമായത്. അതുകൊണ്ട് കൂടുതലൊന്നും അച്ഛനോട് പറയാൻ പോകണ്ടെന്ന് പറയാ. അങ്ങനെ മനു സരയനും കൂട്ടി അകത്തേക്ക് കയറിപ്പോവാണ്. പറഞ്ഞു, കേട്ടല്ലോ മോൻ പറഞ്ഞത്. ഇത്രയൊക്കെ നിങ്ങൾ അവിടെ തള്ളി പറഞ്ഞിട്ടും കണ്ട അവന് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചീത്ത പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. അവൻ ഇതിനെ അത്ര ഇഷ്ടമായിട്ടാ. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കണ്ണില്ലോ എന്ന് പറയാണ്. ഇത്രയും മറ്റേ ശാരിയും കൂടെ അങ്ങോട്ട് പോവാ. അപ്പൊ രാഹുലും മനസ്സിൽ പറയും, നീ ഇതൊക്കെ പറയൂടി, കുറച്ചു നാൾ കഴിയുമ്പോൾ നീ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടാ മതി എന്നിങ്ങനെ രാഹുൽ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന രാത്രി ഫോൺ വിളി എല്ലാം കഴിഞ്ഞ് സോണി കിടന്ന് ഉറങ്ങുവാണ്. രാവിലെ എഴുന്നേക്കണം. ഇനി ഒരു രാത്രിയും കൂടെ ഉള്ളൂ. അപ്പൊ ചാരുമോളെ കുറിച്ചും തന്റെ പഴയ കാലത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കുകയാണ്. വിക്രത്തിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ചും. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അവന്റെ ആ ഒരു സ്വഭാവം എത്രമാത്രം വേദന അനുഭവിച്ചു. ഒരുപക്ഷെ ദൈവം തനിക്ക് ഇനിയിപ്പൊ നല്ല കാലമായിരിക്കും തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം കാത്തിരുന്നതിന് ശേഷം ഒരു നല്ല ബന്ധം കിട്ടിയത്. ആൽബേട്ടിനെ പോലെ ഒരു നല്ല ഭർത്താവിനെ തനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഓർത്ത് സന്തോഷത്തോടു കൂടിയാണ് സോണി കിടന്നുറങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ തന്നെ കല്യാണിയും രൂപയും കൂടെ സോണിനെ ഒരുക്കാനായിട്ട് കയറി ചെല്ലുവാണ്. ഒരുക്കാൻ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും സോണി എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പൊ സോണിനെ വിളിച്ച് എഴുന്നേപ്പിക്കണം. അതെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയോ? ഇന്ന് കല്യാണം ആ ചിന്ത വല്ലതും ഉണ്ടോ? പോയി കുളിച്ചിട്ടൊക്കെ വാ, ഞങ്ങൾ ഇവിടെ റെഡിയായിട്ട് വന്ന് ഇരിക്കും ഒരുക്കാനെന്ന് പറയണം. ശരി എന്ന് പറഞ്ഞ് സോണി കുളിക്കാനൊക്കെ പോവുകയാണ്. ഈ സമയത്ത് രൂപ പറഞ്ഞു, മോളെ എനിക്ക് നല്ലൊരു വിഷമം തോന്നുന്നുണ്ടെന്ന് പറയാം. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. എന്നാലും എനിക്ക് അയാളെ കുറിച്ച് ഓർത്തിട്ടാ ടെൻഷൻ. അയാൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുവോ? ഇതിനു മുമ്പ് കാണിച്ചൊക്കെ നമുക്ക് നല്ല ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ എന്ന് പറയാം. അമ്മ ഒന്നും ടെൻഷൻ അടിക്കണ്ട, അച്ഛനും കിരണേട്ടനൊക്കെ ഉണ്ടല്ലോ, പിന്നെ അമ്മ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സോണി റെഡിയായി കഴിഞ്ഞ് വന്നതിന് ശേഷം സോണിനെ ഒരുക്കാനായിട്ട് തുടങ്ങുകയാണ്.
അങ്ങനെ നല്ല സുന്ദരി കുട്ടിയാക്കി വെച്ചു സോണീനെ. അപ്പൊ സോണീനെ നോക്കിയിട്ട് കല്യാണി പറഞ്ഞു, ഇപ്പൊ കണ്ടു നല്ല സുന്ദരി ആയിട്ടുണ്ട്. ഇത് മുമ്പേ നടക്കേണ്ട കല്യാണമായിരുന്നു. കുറച്ച് മുമ്പേ ആൽബേറിനെ കാണുമായിരുന്നെങ്കിൽ പണ്ടേ നിങ്ങളുടെ കല്യാണം നടന്നു പോയെന്ന് പറയാം. സോണി പറഞ്ഞേ, അങ്ങനെ നടക്കാൻ വഴിയില്ല കല്യാണി. വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് നടക്കുള്ളൂ. നമ്മൾ മുമ്പൊക്കെ എന്തൊക്കെ നോക്കിയാലും നടക്കില്ല. ഒരു പക്ഷെ മുമ്പ് ആൽബേറിന്റെ ഈ കല്യാണാലോചന വന്നായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ ഈ കല്യാണം മുടങ്ങി പോത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ ചോദിക്കുകയാണ് സോണിയോട്. കല്യാണം ശരിയാണ്. ഒരു പക്ഷെ സോണിയെ വിക്രത്തിന്റെ കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന വന്നിപ്പോ സേന രൂപയൊക്കെ പറഞ്ഞായിരുന്നു. ഒരു മതമല്ല ജാതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേനെ. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഈ വിവാഹം അതൊക്കെ നടക്കണേ. പിന്നീട് രൂപയും പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പൊ നല്ലൊരു ജീവിതമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ചാരുമുള പൊന്നു പോലെ നോക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ചന്ദ്രേട്ടന്റെ കൂടെ അത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞല്ലേ അഗസ്റ്റിനാണെങ്കിലും. ഇനിയിപ്പം അഗസ്റ്റിന്റെ വീട്ടുകാർക്കും ആൽബിക്കും ആണെങ്കിലും സോണിമോളെ നന്നായിട്ട് അറിയാലോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഇനിയിപ്പോ നമുക്ക് ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് ധൈര്യത്തോടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാന്ന് പറയാണ്. അതിനുശേഷം കിരൺ അങ്ങോട്ട് കയറി നിന്നിട്ട് പറഞ്ഞാല് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കണോ, പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വാ, ദക്ഷിണയെ കൊടുത്ത് ഇറങ്ങണ്ടേന്ന് ചോദിക്കണം. ഇപ്പൊ തന്നെ വരാം കിരൺ ഏട്ടാ, ഒരു 5 മിനിറ്റ്, അതിനുശേഷം വന്നേക്കാന്ന് പറയാണ്. അങ്ങനെ കിരൺ അങ്ങോട്ട് എന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രസേന അങ്ങനെ ആലോചിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചന്ദ്രസേന നോക്കിട്ട് അച്ഛൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ, മുഖത്ത് നല്ല സന്തോഷമുള്ളൂ എന്ന് പറയാണ്. എങ്ങനെ സന്തോഷിക്കാതിരിക്കൂടാ മോനെ, ഇന്ന് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച നല്ലൊരു ദിവസമല്ലേ വന്നെത്തിയിരിക്കുന്നത്. ഇത്ര കാലത്ത് എന്റെ കഷ്ടകാലമൊക്കെ മാറി. ഇനി എനിക്ക് നല്ല കാലം വരാൻ പോകുന്നത്. ദൈവം എന്നെ അങ്ങനെ അനുഗ്രഹിച്ച് എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ വാരി കൂട്ടി അങ്ങ് തരുമല്ലേന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാ അച്ഛായി പറയണേന്ന് ചോദിക്കുകയാണ്. അല്ല പിന്നെ എനിക്കിന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ. ഇപ്പൊ കുറെ നാളായിട്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്ന് അതിനേക്കാൾ ഏറ്റവും വലിയ 10 മടങ്ങ് സന്തോഷം തരുന്ന ദിവസമാണ് എന്റെ മോളുടെ കല്യാണം. അതും ആൽബിനെ പോലെ ഒരു പയ്യനുമായിട്ട്. എനിക്ക് അവന് 100% വിശ്വാസം. അവനെ അതെ, അവന്റെ കുടുംബത്തിനെ അതെ. അവരുടെ വീട്ടിലേക്ക് എന്റെ മോള് കെട്ടിക്കേറി ചെന്നിട്ടുണ്ടെങ്കിൽ അവര് മരുമോളായിട്ടല്ല, സ്വന്തം മോളെ പോലെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം. ഇത്ര നല്ലൊരു ബന്ധം എന്റെ മോൾക്ക് ഇനി കിട്ടാനില്ലെന്ന് പറയാം. കിരൺ പറഞ്ഞ ശരിയാ അച്ഛൻ പറഞ്ഞ്. ആൽബിനെ കുറിച്ച് എനിക്കും നല്ല അഭിപ്രായം. പക്ഷെ എന്തെങ്കിലും ഏടാകൂടമായിട്ട രാഹുൽ വരുമോ? ആ ബഹാസുവിനെ എങ്ങനെ ഇടയ്ക്കേറി എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കണം. അതേക്കുറിച്ച് ഒന്നും ഓർത്ത് എന്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ. അതിനുള്ള ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം. അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ? ഒരു കാരണവശാലും സോണിനെ ആൽബിനും ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് പറയാണ്. ഈ സമയത്താണ് സോണീനെ വിളിച്ചോണ്ട് രൂപയും കല്യാണി അങ്ങോട്ട് വരുന്നത്. പിന്നെ സോണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോള് സുന്ദരിയായിട്ടുണ്ടോ എന്ന് ചന്ദ്രസേനൻ പറയാണ്. അപ്പൊ കല്യാണി, പിന്നെ അതെങ്ങനെ സുന്ദരിയാതിരിക്കും, ഒരുക്കിയത് ഞാനില്ല അച്ഛാന്ന് പറയണം. കിരൺ പറഞ്ഞു, ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാണ്. എന്റെ പെങ്ങള് സുന്ദരി ആയതുകൊണ്ടല്ലാന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ ചിരിക്കുകയാണ്. രൂപ പറഞ്ഞു, സംസാരിച്ചിരിക്കാൻ സമയമില്ല കേട്ടോ, ദക്ഷിണ കൊടുക്കാൻ സമയമായി, മുഹൂർത്തത്തിന് മുമ്പ് അങ്ങോട്ട് എത്തണമെന്ന് പറയാണ്. പിന്നീട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദക്ഷിണ കൊടുക്കുവാണ്. സോണിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അപ്പൊ സോണിയെ ചേർത്ത് ചന്ദ്രസേനൻ പറഞ്ഞു, വിഷമിക്കേണ്ട മോളെ, നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക. നിന്റെ ജീവിതം എല്ലാം കൂടെ നല്ലതായിരിക്കും. ഒരു കാരണവശാലും നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറയണം. അങ്ങനെ രൂപയും അനുഗ്രഹിക്കുന്നുണ്ട്. കിരണും കല്യാണിക്കും എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അവരിറങ്ങുവാണ്. ഈ സമയത്ത് സേന അഗസ്റ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ, ഇറങ്ങാറായെന്ന് ചോദിക്കുക. അഗസ്റ്റിൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂന്ന് പറയാണ്. അങ്ങനെ ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് അഗസ്റ്റിൻ എന്ന് മോനെ വിളിച്ചിട്ട്, അവരവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞ കേട്ടോ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണോന്ന് പറയാം, മുഹൂർത്തം എത്തിയെന്ന്. ഇതേ അച്ഛാ, ഞാൻ റെഡിയായെന്ന് പറയാണ്. അങ്ങനെ ഇറങ്ങി വന്നിട്ട് അവര് ആൽബി അച്ഛനും അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവരെങ്ങനെ ഇറങ്ങുവാണ്. അങ്ങനെ ആ ബോംബ് വെച്ച കാറിലേക്കാണ് പോയി കയറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതൊന്നും പക്ഷെ അവർക്കറിയത്തില്ല, അതിന്റെ കാറിനുള്ളിൽ ബോംബൊന്നും വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന രാഹുൽ രൂപേനെ വിളിക്കുന്നുണ്ട്. രൂപേനെ വിളിച്ചപ്പോ രൂപ ചോദിച്ചു, അല്ല രാഹുലേണ്ണ ഇത് എവിടെ, കല്യാണത്തിന് വരുന്നില്ലേന്ന് ചോദിക്കും. വരാനായിട്ട് തുടങ്ങുവാന്ന് പറയാണ്. ഈ സമയത്ത് രാഹുലിന്റെ ഉള്ളിൽ, അതേടി കല്യാണത്തിന് വരണം, എനിക്ക് ആ സന്തോഷ വാർത്ത ഒന്ന് കേൾക്കണം, അവിടെ വെച്ച് എല്ലാവരുടെയും ആ കരിഞ്ഞുണങ്ങിയ മുഖം എനിക്കൊന്ന് കാണുകയും ചെയ്യണം, എന്റെ ആഗ്രഹം. ചന്ദ്രസേനനും ഒക്കെ പൊട്ടിക്കരയുന്ന ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി ഞാൻ വരൂടിന്ന് പറയാണ്. അല്ല രാഹുലേട്ടൻ എന്നതും മിണ്ടാത്തെ, അല്ല ഞാൻ വരാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമെന്ന് പറയാണ്. പക്ഷെ രൂപയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി, ഒരു പന്തികേട് തോന്നി. രാഹുൽ പറഞ്ഞു, ഇനിയിപ്പൊ നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. എന്താ രാഹുലേട്ടൻ അങ്ങനെ പറഞ്ഞേ? നമ്മൾക്കൊട്ട് കുറെ പണിതിട്ടുള്ളതല്ല ചന്ദ്രസേനൻ, അവനിട്ടൊരു പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. എന്താ രാഹുലേട്ടൻ അങ്ങനെ പറഞ്ഞേ? ഇല്ല അതൊക്കെ നീ വഴിയെ കണ്ടോ, അത് കഴിഞ്ഞ ശേഷം നീ സന്തോഷിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അപ്പൊ എന്തോ രൂപയ്ക്ക് ഒരു അപകടം എടുത്തു. എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടോ പറയാൻ പറ്റില്ല. അയാളുടെ കാര്യമായതുകൊണ്ട് അയാൾ അതല്ല അതിലപ്പുറം ചെയ്യും. രൂപയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി.
ചന്ദ്രേട്ടനോട് പറഞ്ഞാലോ ഈ കാര്യങ്ങളൊക്കെ. പിന്നീട് ചന്ദ്രസേനോട് അയാൾ വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേന അയാൾ എന്ത് ചെയ്യാനാ, അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാണ്. പറയാൻ പറ്റില്ല, അയാളുടെ സ്വഭാവം ആയതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുലിന്റെ ഫോണിലേക്ക് ആ കോൾ എത്തുവാണ്. ആൽബി സഞ്ചരിച്ചിരുന്ന കാറ് പൊട്ടിത്തെറിച്ചത്. ഈ വാർത്ത കേട്ടത് രാഹുൽ ഭയങ്കര സന്തോഷിക്കുകയാണ്. പക്ഷേങ്കിൽ ആ സന്തോഷത്തിനൊന്നും അധികം ആയുസില്ലായിരുന്നു. കാരണം രൂപയ്ക്ക് സാനിന് മുമ്പ് സംശയം തോന്നിയതുകൊണ്ട് രൂപ പറഞ്ഞുകൊണ്ട് ചന്ദ്രസേൻ എന്ത് ചെയ്യുവാണ്, ഇനിയിപ്പോ കാറിനെതിരെ ആക്രമണം ഉണ്ടായാലോ എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ആൽബിനെയും അഗസ്റ്റിനെയും ഒക്കെ അവർ ആ കാറിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ കാറിന് പറഞ്ഞു വിടുകയും ചെയ്തത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ രാഹുലിന് അറിയത്തില്ലല്ലോ. അപ്പൊ രാഹുൽ അങ്ങനെ സന്തോഷിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണും. ഒരു കാരണവശാലും ആൽബിക്ക് ഒന്നും സംഭവിക്കില്ല. ആൽബി സോണിയുടെ കഴുത്തിൽ താലി ചാർത്തുക തന്നെ ചെയ്യും. നമ്മുടെ രാഹുലിന്റെ ആ പ്ലാനുകളും പദ്ധതികളും വീണ്ടും പൊളിയുക തന്നെ ചെയ്യും. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.